75 കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇന്ന പാട്ട് ഇന്നടത്തൊന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിൻ നാഥനായി വാഴ് ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, എൻ്റെ മനസ്സിൽ തൈമണിത്തന്നലായി പുൽകാൻ നീ വന്നു, പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി, പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. നിങ്ങൾക്ക് സത്യത്തെ കല്ലറയിൽ ഭദ്രമായി സൂക്ഷിക്കാം, പക്ഷെ അത് തുടരുകയില്ല. നിങ്ങൾക്ക് സത്യത്തെ കുരിശുമരത്തിൽ ആണി തറച്ച് ഉറപ്പിക്കാം, പുത്തൻ തുണി കൊണ്ട് പൊതിഞ്ഞു മൂടി കല്ലറയിൽ സൂക്ഷിക്കാം. പക്ഷേ ഒരു നാളിൽ വിജയമങ്കടം ചൂടി അത് പുറത്തു വരും. ഈസ്റ്റർ എന്തെങ്കിലും ഇന്ന് നമ്മോട് സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്രകാരമായിരിക്കും. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. ഈ ഈസ്റ്ററിൽ നമ്മളോട് അതിഥിയായി എത്തിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ KG മാർക്കോസ് ഏട്ടനാണ്. മാർക്കോസ് ഏട്ടാ, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ, സെയിം ടു യു. താങ്ക് യു. അതിലുപരി ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണ് ഞാൻ, കാരണം എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ചേട്ടനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്കും അതുപോലെ തന്നെ. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആയിരം ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. നിങ്ങളെപ്പോലുള്ളവരുടെ ഇത്തരത്തിലുള്ള എന്താ പറയുക, ബ്ലോഗുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെയാണ് ഞങ്ങളെയൊക്കെ അവരൊക്കെ അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഇങ്ങനെ ഒരു വേദി എനിക്കിവിടെ സംജാതമാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം ചേട്ടനെ എനിക്ക് ഈസ്റ്ററിൽ കിട്ടിയതിലും പിന്നെ എനിക്ക് തോന്നണു എനിക്കൊരു സന്തോഷം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, ഇസ്രായേലി നാദമായി എന്ന് പറയുന്നൊരു ഗാനം. എനിക്ക് തോന്നുന്നു ഇന്ന് 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2000-ലാണ് ആ പാട്ട് ഇറങ്ങണത്. ആ ഒരു ചെറുപ്പകാലത്തിലാണ് ഈ വരുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ടിലൂടെ അങ്ങോട്ട് തുടങ്ങാം. ഓ ആയിക്കോട്ടെ. സത്യമാണ്, പറഞ്ഞതൊക്കെ സത്യമാണ്. 2000-ലാണ് ഈ പാട്ടിൻ്റെ പിറവി. പക്ഷെ ഞാൻ 82 കാലഘട്ടം മുതൽ ഈ കാസറ്റ് യുഗം എന്ന് പറയുന്നത് 82-ലാണ് പ്രൈവറ്റ് കാസറ്റ് കമ്പനികൾ ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാകുന്നത്. അന്ന് മുതൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതേപോലെ തന്നെ ഹിന്ദു ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില കാലഘട്ടങ്ങളിലെ ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നത് പോലെ ഈ പാട്ട് അങ്ങനെ ഉണ്ടായ ഒരു പാട്ടാണ് ഈ ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം. അത് 2000-ൽ ഇങ്ങനെ ഉണ്ടായി. ഇപ്പോഴും ഈ 25 വർഷത്തിനിപ്പുറവും ആ പാട്ട് വളരെ വൈറലാണ്. കൂടാതെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ കല്ലട എന്ന് പറയുന്ന സ്ഥലത്തൊരു ഗാനമേള ഉണ്ടായിരുന്നു, അമ്പലത്തിൽ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കേസുകൾ, അതേപോലെ ഏത് പാട്ട് എവിടെ എപ്പോൾ പാടണം എന്നൊക്കെയുള്ള തീർച്ചയായിട്ടും ചില നിബന്ധനകൾ ഈ അടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതെ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ. അപ്പം നമുക്കിപ്പം ഫ്രീ ആയിട്ട് ഒരു ആസ്വാദകന് വേണ്ടി പാടി കൊടുക്കാനായിട്ട് നമുക്ക് പേടിയാണ്. എന്നുവെച്ചാൽ ഞാനൊക്കെ തുടങ്ങുമ്പോൾ 75 കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഇന്ന പാട്ട് ഇന്നടത്തൊന്നൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പാട്ട് നന്നായി പാടിക്കൊടുത്താൽ അത് എവിടെയും പാടാമായിരുന്നു, എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു, എല്ലാവരും ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു, ജാതി മത ഭേദമന്യേ. കാരണം അമ്പലത്തിൽ പോയിട്ട് ക്രിസ്ത്യൻ പാട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇടയകന്യക എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടയകന്യക എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, സത്യനായക പാടിച്ചിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ പള്ളിയിൽ വന്നിട്ട് ദേവി അംബികെ അല്ലെങ്കിൽ അമ്മ ആകാശരൂപിണി എന്നൊക്കെ ഉള്ള പാട്ടുകൾ. കാരണം അത് ജനത്തിന് നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടയിലൂടെ ആ പാട്ട് അതിൻ്റെ പൂർണ്ണതയിൽ കേൾക്കാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലാതെ അതിനകത്ത് ജാതിയും മതമൊന്നും അല്ല അവർ നോക്കുന്നത്. അവർ നോക്കുമ്പം അതിൻ്റെ ഒറിജിനലിനോളം വന്നോ അല്ലെങ്കിൽ നന്നായിട്ട് പാടിയോ എന്നുള്ളതായിരുന്നു അവരുടെ നോട്ടം. അതിന് അവർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഏത് പാട്ടും നമുക്ക് പാടാമായിരുന്നു, അതിന് റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാടണമെങ്കിൽ നമ്മളത് 2 വട്ടം ആലോചിക്കും, വേണോ പുറകെ പോയിട്ട് പോലീസുകാരനും കോടതിയും കയറി ഇറങ്ങി അടക്കേണ്ട ഒരു ഗതികേട് വരുമോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ പാടുന്നത്. അപ്പം നമ്മൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആവുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഫ്രീ ആയിട്ടിങ്ങനെ മനസ്സ് തുറന്ന് പാടുക എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് സ്റ്റിഫായിട്ട് പാടുന്ന
ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പം. ഈ തവണയാണെങ്കിലും അമ്പലത്തിൽ ചെന്നപ്പോൾ ഈ പാട്ട് പാടണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതെ 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 വീണ്ടും 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 അവർ ആവശ്യപ്പെട്ടിട്ടാണ് ആ പാട്ട് പാടിയത്. അത് ഞാൻ ശരിക്കും അത് വൈറലായി നിൽക്കുകയാണ് ഇപ്പം. അത് അതെ 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 അന്ന് റെക്കോർഡ് ചെയ്തപ്പോഴും വൈറലായിരുന്നു. കാരണം വിവിധ ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. തമിഴ്, തെലുങ്ക്, ഒറിയ, കന്നഡ ഇതിലൊക്കെ ചെയ്തായിരുന്നു. അതേപോലെ കാറിന്റെ റിവേഴ്സ് ടോണ്, കോളിംഗ് ബെല്ല്, ഇങ്ങനെയൊക്കെ. അതെ, 25 വർഷം മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഒരുപാട് കോമഡി പാട്ടുകൾ പോലും ഈ ഒരു ടൂണിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 25 വർഷത്തിന് ഇപ്പുറം ആ തരത്തിലുള്ള വൈറലല്ല. ഇന്നിപ്പം എന്ന് വെച്ചാൽ ഇത് മതേതരത്തിന്റെ പാട്ടായിട്ട് ആണ് അവതരിപ്പിച്ചത്. കാരണം ഈ കല്ലട എന്ന് പറയുന്ന സ്ഥലം കുണ്ട്ര എന്ന് കയറിപ്പോകുന്നൊരു ഇടമാണ്, മൺട്രോത്തുരുത്ത് എന്നൊക്കെ പറയും. അപ്പം അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 3 പ്രഖ്യാപിത വിശുദ്ധന്മാരവിടെ ഉണ്ടായിരുന്നു. ഒന്നൊരു കല്ലട മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനികളുടെ ഒരു പള്ളി, അതേപോലെ ഈ കല്ലട ദേവീ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ക്ഷേത്രം, അതുകൂടാതെ മറ്റൊരു ദിവ്യൻ്റെ പേര് കൂടി പറഞ്ഞു, പക്ഷേ അത് മറന്നുപോയി. അപ്പോൾ ഇവർ 3 ഒരേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ഈ കല്ലട മുത്തപ്പൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാണ് കൊടിയേറി ഈ കല്ലട ദേവീ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് അവിടുന്ന് ഈ ഉത്സവം കഴിഞ്ഞ് കൊടി ഇറങ്ങി വീണ്ടും കല്ലട മുത്തപ്പൻ്റെ അവിടെ കൊണ്ട് ആണ് ഈ കൊടി ഇത് ചെയ്യുന്നത്, ലാസ്റ്റ് കൊടി ഇറങ്ങുമ്പോൾ. അപ്പോൾ അത്രയ്ക്കും മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു ഇടമാണ്. അപ്പോൾ അവർ പറയുന്നതാണ്, ചേട്ടൻ ധൈര്യമായിട്ട് പാടിക്കോ. രണ്ടാമത്തെ പാട്ട് ഞാൻ ദേവീസ്തുതി 2 പാടിയ, അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ചേട്ടാ ഇസ്രായേൽ നാഥൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു പാടാം. അങ്ങനെ ഞാൻ 2.5-2.25 മണിക്കൂർ അവരെ അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ പോവായിരിക്കുമെന്ന്. പക്ഷെ ഒരൊറ്റ ആൾ പോയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പാട്ട് പാടിപ്പിച്ചിട്ടേ പോയുള്ളൂ. അതെ 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 അത് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഷോട്ട് എന്ന് പറയുന്ന ഏറ്റവും ബാക്കിൽ നിന്ന് ആരോ എടുത്ത ഷോട്ടാണ്. അപ്പോഴും ഒരു 10,000-3000 ആൾക്കാർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ആ സ്റ്റേജിന്റെ ചുറ്റും. എന്നിട്ട് പിന്നെ ഞാൻ പാടി. അവസാനം ലാസ്റ്റ് പാട്ടായിട്ട് ഞാനത് പാടി. അതും കൂടാതെ ലാസ്റ്റ് പാട്ട് കഴിഞ്ഞ് ഈ ഗാനത്തിലൂടെ അവസാനിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു 150 ആൾക്കാർ സ്റ്റേജിലോട്ട് ഇടിച്ച് കയറി ഫോട്ടോ എടുക്കാനും. പിന്നെ എനിക്കറിയില്ല, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, പുറകോട്ട് വലിക്കുന്നു, അവരുടെ ആ ഒരു സ്നേഹം. അപ്പോൾ അതിന് നമ്മൾ നിന്നു കൊടുത്തു. 3/4 മണിക്കൂറോളം ഞാൻ പിന്നെ സ്റ്റേജിൽ നിന്നു. അവരുടെ സ്നേഹ ഇതെല്ലാം ഏറ്റുവാങ്ങിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് സ്റ്റേജിൽ നിന്ന്. അപ്പം ഞാൻ പറയായിരുന്നു, അങ്ങനെയും ആൾക്കാരുണ്ട്. പക്ഷെ ഒരു വിഭാഗം ഈ പറഞ്ഞ പോലെ എവിടെയും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതി പിന്നെ വരുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. അതിപ്പോൾ ഏത് നല്ല കാര്യം ചെയ്താലും അതിനൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഏറ്റവും കൂടുതൽ. അതെ അതെ, അത് പണ്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഒരു ഇടി ഇടിച്ചാൽ തിരിച്ച് അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയിലോ ഇങ്ങോട്ട് തരാനായിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനത്തെയാണ് ലോകം. അപ്പം ഞാൻ ഈ പാട്ടിൻ്റെ ഒരു 4 വരി പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, ആവാപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ഒരുപാട് സന്തോഷം നേരിട്ടിരുന്ന് ആ പാട്ട് കേൾക്കാൻ പറ്റിയതിൽ. താങ്ക് യു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കല്യാണ വീടുകളായിക്കോട്ടെ, ഉത്സവ പറമ്പുകളായിക്കോട്ടെ, ഗാനമേളകളായിക്കോട്ടെ, എവിടെയും ആദ്യം പാടുന്ന ഒരു പാട്ട്. തീർച്ചയായിട്ടും. അതെ അതെ അതെ, അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഒരു എന്താ പറയുക, മതങ്ങളില്ലാതെ പാടാൻ പറ്റുന്ന ഒരു പാട്ടായി മാറിക്കാണ് എന്ന് നേരത്തെ പറഞ്ഞു. അതെ അതെ, ഞാൻ ഒരുപാട് മുസ്ലിം പള്ളികളിൽ പാടിയിട്ടുണ്ട്,
ഹിന്ദു ദേവാലയങ്ങളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ അവരുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്, അല്ലാതെ നമ്മൾ അവിടെ ജാതിയോ മതമോ ഒന്നും അടിച്ചേൽപ്പിക്കുന്നൊന്നുമല്ല. അല്ല. എങ്ങനെയാണ് ഈസ്റ്റർ, സാധാരണ ഈസ്റ്റർ ഒക്കെ എങ്ങനെയാണ്? ഈസ്റ്ററിന് അങ്ങനെ വലിയ ആഘോഷമൊന്നും ഇല്ല. ഒന്നാമത് ഒരു ദുഃഖവെള്ളി കഴിഞ്ഞ് വരുന്ന ഒരു സമയമായതുകൊണ്ട് ഈസ്റ്ററിന് അങ്ങനെ ഭയങ്കരമായ ആഘോഷമൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടെ ആ സമയത്ത് ഒത്തുകൂടുന്ന ഒരു ദിവസം. പിന്നെ നമുക്ക് സന്തോഷമുള്ളപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും അതിൻ്റെ ഭാഗമാക്കുക, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ചെന്ന് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ ചിലപ്പം ഒന്ന് പോയി വരും, എല്ലാവരും ഒന്ന് കാണാം, അങ്ങനെയൊക്കെ ഉള്ളല്ലോ. അത് ഭയങ്കരമായ ആഘോഷങ്ങളൊന്നും അന്നും ഇല്ല ഇന്നും ഇല്ല. ചെറുപ്പത്തിലുള്ള ഈസ്റ്ററും ഇപ്പോഴത്തെ ഈസ്റ്ററും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ആ ചെറുപ്പത്തിലെ ഈസ്റ്റർ എന്ന് പറയുന്നത് ഈ 50 ദിവസവും നമ്മളെ കൊണ്ട് നോയമ്പെടുപ്പിക്കുക, നമുക്കത് ഒരിക്കലും നടക്കില്ല. പ്രത്യേകിച്ചും ഇപ്പം മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിൽ അവർക്ക് പകൽ മുഴുവൻ നോയമ്പെടുത്തിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കാം. ഇത് അങ്ങനെയല്ല. ഈ ഇറച്ചി, മീന്, മുട്ട അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ത്യജിക്കുന്നത്. അപ്പം അതില്ലാതെ പറ്റാത്ത ഒരവസ്ഥ ചില ആളുകൾക്കുണ്ട്. അപ്പം അതൊരു എന്താ പറയുക, ഭയങ്കര നഷ്ടമാണ്. കാരണം ആ സമയത്ത് ഈ വെജിറ്റേറിയൻ മാത്രം 50 ദിവസം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ആ സമയത്ത് പക്ഷെ നിർബന്ധപൂർവ്വം അത് പള്ളിയിലെ ഒക്കെ അച്ഛന്മാരും ഒക്കെ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് എടുപ്പിക്കുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയില്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ എടുക്കാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആരോഗ്യവും പിന്നെ അസുഖങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പം ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് ആഹാരം ഇഷ്ടമൊക്കെ ഉള്ളതൊക്കെ കഴിക്കാം. എന്താണെങ്കിലും 81 കാലഘട്ടങ്ങളിലേക്കാണ് സിനിമയിലേക്ക് കടന്നു വന്നത്. അതെ അല്ലേ? അതെ. അപ്പോൾ ഈ സിനിമയിൽ വരാനത്ത് നസീർ സാറ്, അതുപോലെ മധു സാറ്, പിന്നെ സുകുമാരൻ സാറ്, സോമൻ സാറ്, അവരുടെയൊക്കെ കൂടെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. ഏറ്റവും ആപ്റ്റായിട്ട് മനസ്സിൽ തോന്നിയ ഒരു പാട്ട് ആരുടെ വോയിസിലായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുവിധം ഡെപ്തുള്ള വോയിസ് മിക്കവാറും എല്ലാ നടന്മാർക്കും ചേരുന്ന വോയിസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം തന്നെ നമ്മൾ മോഹൻലാലിന് വേണ്ടി യേശുദാസ് പാടുമ്പോൾ അത് ലാലിൻ്റെ ശബ്ദമല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതിനിടയ്ക്ക് വേറൊരു ശബ്ദം വരുമ്പോഴാണ് അത് ഇത് അല്ലേ കുറെ കൂടെ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരുവിധം ന്യായമായിട്ട് ഉള്ള രീതിയിൽ പാടുന്ന ആർക്കും ആരുടെയും ശബ്ദത്തിൽ പാടാം, അല്ലെങ്കിൽ അവരുടെ ശബ്ദമായിട്ട് ചേർക്കാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഞാൻ പാടിയതിൽ കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് മുകേഷും സുരേഷ് ഗോപിയാണ് ഞാൻ പാടിയതിൽ. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ ആ ക്യാരക്ടർ അല്ല, ആ സിനിമയിൽ മറ്റ് പാട്ടുകാരില്ല, മെയിൽ വോയിസുകാർ വേറെ ഇല്ല. അപ്പം അതുകൊണ്ടുകൂടിയായിരിക്കാം എൻ്റെ ശബ്ദം തന്നെയാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മുകേഷേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത് വെച്ചാൽ കോളേജിൽ പഠിക്കാൻ നേരത്ത് മുകേഷേട്ടനൊക്കെ ഈ മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ചേട്ടൻ കയറി നിന്ന് പാട്ട് പാടി ഭയങ്കരമായിട്ട് ഷെയിൻ ചെയ്തൊക്കെ നടക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ഒന്ന് പറയാമോ? അതെ, ഈ അടുത്ത സമയത്തും ഏതോ ഒരു ചാനലിൽ വിദ്യാധരൻ മാഷൊക്കെ പറയുന്നുണ്ട്, കാരണം ഈ കലകളിൽ ഏറ്റവും ഉന്നതമായ കലയെന്ന് പറയുന്നത് സംഗീതമാണ്. അപ്പോൾ അത് ആണ് മറ്റ് കലകൾ, ഇപ്പോൾ അഭിനയമാണേലും ഭരതനാട്യമാണേലും മോഹിനിയാട്ടമാണേലും അല്ലെങ്കിൽ ഡാൻസ് ഐറ്റംസ് ആണേലും മിമിക്രി ആണേലും ഒക്കെ നല്ല നല്ല കലകളും നല്ല കലാകാരന്മാരും ഒക്കെ ഉള്ള ഒരു രംഗം തന്നെയാണ്. പക്ഷേ കലകളിൽ ഉന്നതമായ സ്ഥാനം കൊടുത്തിരിക്കുന്നത് സംഗീതത്തിനാണ്. കാരണം ഈ സംഗീതം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അത് ജന്മന നമുക്ക് കുറച്ച് അതിൻ്റെ ടാലൻറ്റ് ദൈവം തന്നെങ്കിൽ മാത്രമേ നമുക്കത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കാരണം ഈ ശ്രുതി, താളം, ലയം എന്നൊക്കെ പറയുന്നത് നമുക്ക് ജന്മന കിട്ടേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് അഭിനയിക്കുന്നവർക്ക് ചിലപ്പോൾ താളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ശ്രുതിയിൽ പാടാൻ പറ്റത്തില്ല, ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം പിന്നെ സംഗീതമാണ് ഏറ്റവും ഉന്നതമായ കല എന്ന് വെച്ചിട്ടുണ്ട്. കാരണം ആ കല കൈകാര്യം ചെയ്യുന്നവർ ഇതെല്ലാം ചെയ്യുന്നതാണ്. അതിൻ്റെ കയറ്റിറക്കങ്ങൾ പാട്ടിലൂടെ, അതുപോലെ താളം, ശ്രുതി, ലയം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നതെല്ലാം പിന്നെ കൈകാര്യം ചെയ്യുന്നവരാണ് സംഗീതകാർ. അപ്പോൾ അതുകൊണ്ട്
പെട്ടെന്ന് അങ്ങ് കയറി സംഗീതകാരനാകാനായിട്ട് പറ്റത്തില്ല. ആർക്കും പറ്റില്ല. കുറച്ച് അതിനു വേണ്ടി മെനക്കെട്ടാലേ പറ്റത്തുള്ളൂ. ഒന്ന്. രണ്ട്, അതിനുള്ള ടാലൻ്റ് ഉള്ളിൽ വേണം. എന്ന് പറഞ്ഞ പോലെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പാടുമായിരുന്നു. അപ്പം പാട്ടിന് കൂടുതലായിട്ട് ആസ്വാദകരുണ്ടായിരുന്ന ഒരു കാലമാണ് 70-80 കാലഘട്ടത്തിലൊക്കെ. പാട്ടിന് ഭയങ്കര ആസ്വാദനമായിരുന്നു, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഇടയിൽ. നന്നായിട്ട് ഒരു ഹീറോയാണെന്ന് കേട്ടേക്കണേ. പാടുന്നവരെ അവർക്ക് പൊതുവെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് മത്സരിക്കുമ്പോൾ ഞാനും മുകേഷും ഒരേ ബാച്ചിൽ ഉള്ള പിന്നെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അന്ന് മിമിക്രിക്ക് അത്ര വലിയൊരു മാർക്കറ്റ് ഇല്ല, ഇന്നത്തെ പോലെ അത്ര വലിയ മാർക്കറ്റ് ഇല്ല. പക്ഷേ നന്നായിട്ട് മിമിക്രി ചെയ്യുമ്പോൾ ആൾക്കാർ കൈയടിക്കും. അയ്യോ അത് പ്രേം നസീറിനെ പോലെ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന നടനെ പോലെ പറഞ്ഞു എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പറയുമായിരുന്നു. അപ്പോൾ ഇവരതിനു വേണ്ടി പരിശ്രമിച്ച് അതുപോലെയൊക്കെ ആക്കി ആക്ഷനും ഡയലോഗും ഒക്കെ എല്ലാം കാണിക്കണമല്ലോ. അങ്ങനെ വന്ന് കാണിച്ച് കൈയടിയൊക്കെ വാങ്ങിച്ചിങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഞങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ ഞാൻ ഒക്കെ വന്നിട്ട് ഒരു സന്യാസിനിയോ അല്ലെങ്കിൽ ഒരു മംഗളം നേരുന്നോ ഒക്കെ പാടി കഴിയുമ്പോൾ പെൺപിള്ളേരുടെ കൈയടി മുഴുവൻ നമുക്ക് കിട്ടും. അപ്പോൾ മുകേഷൊക്കെ വന്ന് പറയും, ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു ഐറ്റം പഠിച്ച് ചെയ്ത് കൈയടി വാങ്ങിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇവനൊക്കെ വന്നൊരു സന്യാസിനിയും പാടി ഉള്ള കൈയടിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതെന്ന് പുള്ളി തമാശക്കാണെങ്കിലും പറയുമായിരുന്നു. അപ്പം അതാണ് പിന്നെ സംഗീതത്തിൻ്റെ ഒരു മഹത്വം എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ കോളേജിൽ കുറേ പാട്ടുകൾ ആ കാലഘട്ടത്തിൽ പാടി ഷൈൻ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ചേട്ടാ, അപ്പം നമുക്കൊരു പാട്ടും കൂടി പാടിയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് ചെല്ലാം. അത് എന്ത് പാട്ടാണ്? ഈസ്റ്റർ സംബന്ധമായിട്ടുള്ള ഒരു പാട്ടായിക്കോട്ടെ. കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്, യാഗമായി ത്യാഗമായി പുത്രനീശോ, അമ്മ തന്നുള്ളിലെ നൊമ്പരമായി, മർത്യൻ്റെ ഉള്ളിലെ സന്താപമായി, കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്, യാഗമായി ത്യാഗമായി പുത്രനീശോ, അമ്മ തന്നുള്ളിലെ നൊമ്പരമായി, മർത്യൻ്റെ ഉള്ളിലെ സന്താപമായി, ലോകത്തിൻ പാപം വഹിക്കുവാനായി കുരിശിനെ അന്നവൻ ചുമന്നുവല്ലോ, എന്നുടെ ഉള്ളം കഴുകിടുവാനായി അവസാനത്തുള്ളിയും നൽകിയില്ലേ, കണ്ണീരാൽ തേങ്ങിയില്ലേ ധരണിയെന്ന്, മൂകമായി കേണില്ലേ വാനമെന്ന്, യാഗമായി ത്യാഗമായി പുത്രനീശോ, അമ്മ തന്നുള്ളിലെ നൊമ്പരമായി, മർത്യൻ്റെ ഉള്ളിലെ സന്താപമായി. ഭയങ്കര ടച്ചിങ് ഉള്ള ഒരു പാട്ട്. തീർച്ചയായിട്ടും അത്രയ്ക്കും ആ വരികൾക്ക് ഉള്ള ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നേക്കുന്ന വരികൾ എഴുതിയേക്കണതൊക്കെ ശരിക്കും ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ഇതുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് അനിൽ പറവൂർ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ജോജി ജോൺസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് അതിൻ്റെ സംഗീതത്തിൻ്റെ പാട്ടും കൂടി ആകുമ്പോൾ ഭയങ്കര ഫീലും. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിവോഷണൽ സോങ്സുകൾ പാടിയിട്ടുണ്ട്. അതെ, ഞാൻ ഏകദേശം ഒരു 10,000-ന് മേലെ ക്രിസ്തീയ ഭക്തി ഗാനം മാത്രം പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാപ്പിളപ്പാട്ടും, പാൽനില പുഞ്ചിരി മുതൽ ഒരുപാട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്കൊന്ന് 14,000 പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. തന്നെ ഹിറ്റ് പാട്ടുകൾ. അതെ, അതിൽ ഉമ്മത്തിൻ വസീല, കുതിരത്തെന്ന സീഡിയിലെ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂരിസാല
റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ ആ റസൂലേ ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല. ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ. അതേപോലെ മറ്റേ നേരത്തെ പറഞ്ഞ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. അല്ല, പാരിലെ നാരി അതൊന്നും പാരിലെ നാരിമാർ ആകയിൽ മാതൃക പാരിലെ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂമകൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ഇപ്പോഴും ഈ 2000 പാടിയത് ഈ പാട്ട് ഇപ്പോഴും അത് എല്ലായിടത്തും പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരുപാട് വേർഷൻ ഒരുപാട് ഇറങ്ങിയിട്ടുമുണ്ട്. അതെ അതെ. അതുപോലെ തന്നെയാണ് ഈ പാട്ട് പാടാൻ നേരത്തെ ഈ സ്റ്റേജിലൊക്കെ ചെന്ന് പാട്ട് പാടുമ്പോൾ എനിക്ക് തോന്നുന്നു 3 മണിക്കൂറൊക്കെയാണ് ഒരു പ്രോഗ്രാം ഉണ്ടാവാറുള്ളത്. പ്രോഗ്രാം അതിലൊരു 4-5 പേരൊക്കെ പാട്ടുകാരുണ്ടാവും, പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടോടത്തോളം അറിഞ്ഞിടത്തോളം എനിക്ക് തോന്നുന്നത്, മാർക്കോസ് ചേട്ടൻ ഉണ്ടെങ്കിൽ പറയും ഇന്ന പാട്ട് പാട് ഇന്ന പാട്ട് പാട് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നത് 3 മണിക്കൂറുള്ള ഷോയിൽ ഒരു 15-20 പാട്ടെങ്കിലും പാടാറുണ്ട്. സത്യമാണ്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ പാട്ട് നമ്മൾ ഓഡിയൻസിന് വേണ്ടി പാടിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ കടമ. അതായത് അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനാണല്ലോ അവർ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ 3 പാട്ടേ പാടുള്ളൂ, ഞാൻ 4 പാട്ടേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് 5 ലക്ഷമോ 8 ലക്ഷമോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളൊരു പരിപാടിക്ക് ഒരു റേറ്റ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് 2.5 മണിക്കൂറാണ് ഒരു സാധാരണ ഒരു കലാരൂപം. മാക്സിമം 3 മണിക്കൂർ. അത് 3 മണിക്കൂറും 3.5 മണിക്കൂറും 3.25 മണിക്കൂറും ഒക്കെ ചിലപ്പോൾ പോകും. എന്നുവെച്ചാൽ ഞാൻ തന്നെ ഒരു 15-18 പാട്ടുകൾ ഒറ്റയ്ക്ക് പാടാറുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്ന് പാടി കൊടുക്കുകയാണ്. അപ്പം നമ്മളെ കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ അവരങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ഈ പ്രായത്തിൽ നമ്മളെ കൊണ്ട് അങ്ങനെ പാടിക്കുമോ? ഇല്ല. തീർച്ചയായിട്ടും അവർക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളുടെ പരിപാടിക്ക് വരുന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ കാണാൻ തള്ളുന്നതൊക്കെ അതുകൊണ്ടാണ്. അല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അല്ല അവർ വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു ഇമേജാണ് എനിക്കുള്ളത്. എനിക്ക് തോന്നുന്നു ഭയങ്കര ബ്രേക്കിംഗ് ആയതാണ് പ്രേമലു പാട്ട്. അതിനെപ്പറ്റി ഒന്ന് പറയോ? ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെ. എന്നാലും പ്രേമലു 2 വരാൻ പോവുകയാണ്. അതെ അതെ അതെ. അപ്പോൾ ഒന്ന് ആ പാട്ടിനെ പറ്റിയിട്ട്. അത് ഞാൻ കൂടുതലും മെലഡിയാണ് ഞാൻ പാടിയിട്ടുള്ളത്. അർത്ഥശാസ്ത്രീയമായിട്ടുള്ള പാട്ടുകളും പാടാറുണ്ട്. പക്ഷെ കൂടുതലും ഞാൻ മെലഡീസാണ് പാടുന്നത്. കാരണം പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അവന് കേട്ട് മനസ്സിലാവുന്ന പാട്ടുകളാണ് അവർക്ക് താല്പര്യം. അപ്പം അതുകൊണ്ട് ആ തരത്തിലുള്ള പാട്ടുകളാണ് ഞാൻ കൂടുതൽ പാടി കൊടുക്കുക. പിന്നെ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്നെ ഈ പ്രേമലുവിൻ്റെ പ്രൊഡ്യൂസർമാരും അതേപോലെ വിഷ്ണു വിജയ്, അത് ഇതിനെ ഇപ്പം എഴുതിയ സുഹൈൽ കോയ, ഇവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ചേട്ടന് വേണ്ടി തന്നെ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെയുള്ള പാട്ടുകളാണ് പാടുക സാധാരണ. പിന്നെ എനിക്ക് കുറച്ച് ഡെപ്തുള്ളൊരു ശബ്ദം ആയതുകൊണ്ട് അത് പിന്നെ ഞാൻ പാടിയ ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമാവുമോ? അപ്പം പറഞ്ഞില്ല, അത് ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ ചേട്ടനെ കൊണ്ട് പാടിക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഇന്ന പോലുള്ള ഒരു ചെറിയ സ്ലാങ്ങിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ ചേട്ടൻ്റെ ഇഷ്ടത്തിന് പാടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്ക് ധൈര്യമായി. അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പാടാനായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ വിഷ്ണു അവിടുന്ന് എനിക്ക് ഈ പാട്ടിൻ്റെ ഡമ്മി അയച്ചു തന്നപ്പം ആ ഒരു ശൈലിയിലുള്ള, അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ടൊന്ന് പാട്ടൊന്ന് പാടി അതിൻ്റെ ഒരു ശൈലി എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ട് അപ്പോൾ കുറച്ച് പരത്തി, എന്നാൽ ഈ പറഞ്ഞ പോലെ ഈ തമിഴും തെലുങ്കും അല്ലാത്ത രീതിയിലൊരു ഒരു സ്ലാങ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആണ് ചായ പാനി തപ്പിലെ റോഡരികെ 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 എന്ന് പാടാം. അപ്പം റോഡരികെ തുടിപ്പഞ്ചാരി കൊട്ടിലെ കാതരികെ പ്രേമിക്കൂടൂ നീ സുമ്മവാരികെ, ആ ഒരു ഫീൽ, നീ സുമ്മവാരികെ
മനസ്സങ്ങ് നീറണ് കൊലിസോടനീയ, പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള, ഉള്ളിലിരുന്നാടടി തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു, തെലുങ്കാന ബൊമ്മലു. NDR സിറ്റിയിൽ പോയി വരുങ്ക, ചാർമിനാർ പാത്തില്ല വിൻഡോവില്ല, എൻ പ്രേമിക്കൂടു നീ സുമ്മ ചേർന്നിരിങ്ക. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എനിക്കറിയാമായിരുന്നു, ഒരുപാട് പേർക്ക് അറിയാൻ പാണ്ടായില്ല ഇതാരാ പാടിയെന്നുള്ളത്. സെർച്ച് ചെയ്ത് നോക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത് ചേട്ടൻ തന്നെയാണോ അതെ പാടിയത്? അതെ അതെ, ചിലർക്കൊക്കെ സംശയമായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള പാട്ട് പാടുമോ അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെയാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു, ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ശരിയായി. അങ്ങനെ പിന്നെ ശരിയായിട്ട് വന്നു. കാരണം നമുക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ? നമുക്കും ഇപ്പൊ തന്നെ പണ്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമയിൽ ഇതുപോലൊരു എല്ലാരും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, ഈ നാനും പോകുഞ്ചോ കുറിഞ്ചി മലയിലു, എൻ്റെ കൂടെ നീയും വാത്തമ്മ ചുന്ദരി വാങ്ങിത്തരാം ചാന്ത് ചിന്തൂരം, ഇങ്ങനെ ഒരു ആദിവാസിയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റാതെ ഒന്നുമില്ല. പിന്നെ അതിനുള്ള അവസരങ്ങൾ കിട്ടണം, നമ്മളെ കൊണ്ട് പാടിക്കണം എന്നുള്ള ആഗ്രഹം വേണം. എനിക്ക് തോന്നുന്നു ചേട്ടൻ അവസരങ്ങൾ തേടി പോവാറില്ല. പൊതുവേ ഇല്ല അങ്ങനെ. കേട്ടിട്ടുണ്ട്. അതെ അതെ, കാരണം അന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും മദ്രാസിലായിരുന്നു റെക്കോർഡിങ്. അപ്പം ഇവിടുന്ന് മദ്രാസിൽ പോയി ഓരോരുത്തരെ കാണുക, അവരുടെ ഓഫീസുകൾ കയറി ഇറങ്ങുക, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഇവിടെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു പേടി കൂടി വന്നു. അപ്പം പിന്നെ നമുക്ക് ഇവിടെ മതി എന്നുള്ള ആ ഒരു ചിന്തയിലാണ് മദ്രാസിലോട്ട് പോകാതിരുന്നതും കൂടുതൽ അവസരങ്ങൾ തേടി പോകാതിരുന്നതും. പക്ഷെ അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നും ഉണ്ടായില്ല. ഇവിടെ എനിക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റി. ഇപ്പോഴും അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇപ്പം എൻ്റെ ഒപ്പം വന്നവരോ അല്ലെ എനിക്ക് ശേഷം വന്നവരോ ഒക്കെ തന്നെ പലരും ഇവിടെ ഇല്ല. അപ്പം നമ്മളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. മാർക്കോസ് ചേട്ടാ, ഞാനൊരു വീഡിയോ കാണിക്കാം. നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരാളെ നമുക്ക് അതിഥിയായിട്ട് വിളിക്കണം. അതിഥിയായിട്ടാണെങ്കിൽ KG മാർക്കോസിനെ ഞാൻ വിളിക്കാം. മാർക്കോസ് ഒക്കെ എങ്ങനെ അധികം വരുമോ? സിനിമയിലൊക്കെ പാടുന്ന വലിയ ആളല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകാരനാ മാർക്കോസ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പസനിരി സഗരി മഗപ മദപ മഗരി സനി ദപദനി രേ നീ സാ, പസനിരി സഗരി മഗപ മദപ മഗരി സനി ദപദനി രേ നീ സാ. ഇപ്പൊ ഞാൻ വിട പറയുകയാണ്. നിങ്ങളുടെ ഈ ആഘോഷം നടക്കട്ടെ. മറ്റൊരു അവസരത്തില് നമുക്ക് തീർച്ചയായിട്ടും കാണാം. താങ്ക് യു. ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും സിനിമയില് ഡബ് ചെയ്തതും പാട്ടാണല്ലോ കൂടുതലും പാടിയുണ്ട്, സിനിമയിൽ ഡബ് ചെയ്തേക്കണത്. അത് റോയ് മണപ്പള്ളിയിൽ എന്ന് പറയുന്ന സംവിധായകന്റെ തൂലിക എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പാടിയ പാട്ട് അഭിനയിച്ച് പാടിയതാണ്. അതിലൊരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കോസ് ചേട്ടനാണല്ലോ അതിൽ പാടാൻ വരുന്നത്. അതെ, ഈ പാടാൻ വരുന്നത് മാർക്കോസ് ചേട്ടൻ അവിടെ വന്നിരുന്ന് പാടുന്ന ഒരു സീനാണ് അതിൽ വന്നത്. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോയ് ചേട്ടൻ ലിപ്പ് അനക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹർഷ് യൂസഫ് ഒക്കെ പറഞ്ഞു, നീ പാടല്ലേ, ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കണ പാട്ടല്ലേ, അപ്പൊ പിന്നെ എങ്ങനെയാണ് ലിപ്പ് അനക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് തമാശകളൊക്കെ. സത്യമാണ്. ഇതൊക്കെ എന്നോട് യൂസഫ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പൊതുവേ പറഞ്ഞാലേ നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും ഞാൻ പരമാവധി സഹകരിച്ച് പോകാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ 45-47 വർഷമായിട്ട് ഈ രംഗത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത്രയൊക്കെ ദൈവം നടത്തിക്കൊണ്ട് വന്നു. ഇപ്പോഴാണേലും ഇപ്പോൾ ഇപ്പം പ്രേമലു കഴിഞ്ഞെങ്കിലും കെട്ടിയോളുടെ നിക്കാഹ് എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയുണ്ട്. താടി എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയുണ്ട്. പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ ചില പ്രത്യേക താല്പര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഒന്നുകിൽ ഞാൻ മാറും അല്ലെങ്കിൽ അവർ മാറും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ കൊണ്ട് പാടിക്കണം എന്ന് വിചാരിച്ചാലേ അത് നടക്കുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ പുറത്തിരുന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ നല്ലൊരു ശതമാനവും നമ്മുടെ ആസ്വാദകരെന്ന് പറയുന്ന കുറേ വിഡ്ഢികളാണ്, വിഡ്ഢിവേഷങ്ങളാണ് പലരും. നല്ല ആയിട്ട് ആസ്വദിക്കുന്നവർ
അവർ പാട്ട് മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, നമ്മുടെ ശബ്ദം, ക്വാളിറ്റിയൊക്കെ അവർ നോക്കാറുള്ളൂ. അതല്ലാതെ അതിനെ കൊണ്ട് വേറെ കൂട്ടിക്കെട്ടുന്ന കുറേ വിഡ്ഢി ആൾക്കാരുണ്ട്. അത് ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും പിന്നെ ആർജയുടെ മുമ്പിൽ ഇരിക്കുന്ന പടം, അല്ലെങ്കിൽ മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പടമൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങളെ കണ്ട് വലിയ പാട്ടുകാരാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ യേശുദാസിൻ്റെ അടുത്തൊന്നും എത്തൂല, അല്ലെങ്കിൽ യേശുദാസിനെ പോലെ പാടിയില്ല. യേശുദാസിനെ പോലെ പാടാനല്ലല്ലോ ഞാൻ പാടുന്നത്. മാർക്കോസ് ചേട്ടനെ പോലെ പാടാനാണല്ലോ. അതെ, അപ്പം അത് യേശുദാസിന്റെ ഒപ്പം ആവൂല, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല വന്നിട്ടില്ല. എന്തോ വേഷവിധാനങ്ങളെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോയെന്നല്ല അവർ നോക്കുന്നത്. അവർ നമ്മുടെ ഏറ്റവും നമ്മളെ എങ്ങനെ താഴ്ത്തിക്കെട്ടാം എന്നുള്ളതാണ് അവരുടെ നോക്ക്. അത് മാത്രമല്ല, നമ്മളിൽ എന്തോ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവർ പറയില്ല. ഇപ്പം പിന്നെ ഒന്നുമല്ലാത്ത ഒരാളെ നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും പറയൂ? ഇല്ലില്ല. അവൻ്റെ പാട്ടിന് പോകും, അല്ലെങ്കിൽ അതിൽ ഒരു കോമാളി പോകണമെന്നേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൂടിപ്പോയാൽ. ഇതല്ല, നമ്മളിൽ എന്തോ ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വരെ കൊണ്ടുവന്ന് അതിനകത്ത് കൂട്ടിക്കെട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഈ നിലാവുദിക്കുമ്പം പട്ടി മേലോട്ട് നോക്കി മോങ്ങും എന്ന് പറയുന്നവരാണ് കുറേ നിരൂപകർ. അപ്പം അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുള്ളത് കൊണ്ടാണ് കുറേ അവസരങ്ങൾ തട്ടി പോകുന്നത്. അപ്പം അങ്ങനെ വരുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ നമുക്ക് കുറേ നഷ്ടമാകുന്നുണ്ട്. പിന്നെ ദൈവകൃപയാൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഇപ്പോഴും പോകുന്നു. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ കിട്ടിയതെല്ലാം ബോണസാണ്. 60 വയസ്സ് വരെ എൻ്റെ കൂടെ പഠിച്ചവരും മറ്റേ പിന്നെ ജോലിയിൽ സർക്കാർ ഉദ്യോഗത്തിലൊക്കെ ഇരുന്നവരൊക്കെ റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോഴും നമ്മളിവിടെ സജീവമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. അപ്പോൾ ഇനി എപ്പോൾ വേണേലും നമുക്ക് നിർത്തിപ്പോകാം, അതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാൾ നമ്മളെ ദൈവം നടത്തി എല്ലാവിധ ഐശ്വര്യങ്ങളും തന്നു, ലോകം അറിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. മലയാളി ഉള്ളിടത്തൊക്കെ അറിയും, അത്രയൊക്കെ മതി. നമുക്ക് കൂടുതലായിട്ട് ഇനി ഒന്നും നേടിയെടുക്കണമെന്നൊന്നുമില്ല. പിന്നെ വരുന്നതൊക്കെ വന്നോട്ടെ, അങ്ങനെ വിചാരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിൽ. തീർച്ചയായിട്ടും ഇനി നമുക്ക് കൂടുതലായിട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മാർക്കോസ് ചേട്ടാ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെന്നും എനിക്ക് സപ്പോർട്ടായിരുന്നു. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞാൽ എന്നെ ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മറ്റു തരത്തിലുള്ള പിന്നെ വിമർശനങ്ങളോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തലുകളോ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാറ് പോലുമില്ല. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആരും തന്നെ അങ്ങനെയൊന്നും എനിക്ക് വന്നതിൻ്റെ പുറകെ പോകാറില്ല. പക്ഷേ എനിക്ക് യുവജനങ്ങളോട്, പ്രത്യേകിച്ചും സംഗീത ആസ്വാദകരോട് പറയാനുള്ളത്, 60, 70, 80 കാലഘട്ടത്തിലെ ആണ് മലയാളത്തിലെ ഏറ്റവും നല്ല പുഷ്കല കാലം എന്ന് പറയുന്നത് 60, 70, 80 കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പാട്ടുകളും പാട്ടുകാരും അവരുടെ കഴിവുകളും അതൊക്കെ ഒന്നും കൂടി നിങ്ങൾ വിശകലനം ചെയ്ത് ആത്മാർത്ഥമായിട്ട് ആ ഒരു ശൈലിയിലോട്ട് ഉള്ള ഒരു സമീപനം ഉണ്ടായാൽ അവരവർക്ക് നിലനിൽപ്പുണ്ടാവും. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ പാടുന്ന 45 വർഷം ഞാൻ പാടി, ജനം എന്നെ അറിയുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്ക് അങ്ങനെ ഒരു ദുരാഗ്രഹമൊന്നുമില്ല, പക്ഷെ പാടാൻ പറ്റിയാൽ പാടും. പക്ഷേ ഞാൻ നാളെ മരിച്ചു പോയാലും ആൾക്കാർക്ക് എന്നെ അറിയാം, അല്ലെങ്കിൽ ഒരു തലമുറ കൂടി എന്നെ ഓർക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല, അവർ പാടുന്നു, ആഘോഷിക്കുന്നു, അപ്പം തന്നെ മറന്നു പോകുന്നു. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നല്ല ശബ്ദവും നല്ല പ്രാക്ടീസും നല്ല പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രംഗത്ത് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ദാസേട്ടൻ എന്നോട് ആദ്യമേ 72-ൽ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യം അതാണ്, നീ ഈ രംഗത്ത് നിൽക്കുന്നെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്, നന്നായിട്ട് കഷ്ടപ്പെടുക. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് ശബ്ദം, അതേപോലെ ഭാവം, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കി മുമ്പോട്ട് വന്നാൽ നിങ്ങളെയും അടുത്ത ഒരു തലമുറ ഓർക്കും. അതേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ പ്രിയ ഗായകൻ മാർക്കോസ് ചേട്ടൻ കുറച്ച് സമയമെങ്കിലും കുറച്ച് വിശേഷങ്ങളുമായി നമ്മുടെ അടുത്ത് എത്തിയതിൽ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിശേഷങ്ങളായെന്ന് തോന്നണില്ല, ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് പാട്ടുകളും പറയാതെ തന്നെ പാടി തരികയൊക്കെ ചെയ്തു.
എന്താണെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഒരു നല്ലൊരു പാട്ടോട് കൂടി. മാർക്കോസ് ഏട്ടൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഞാൻ പാടിയ പാട്ടുകൾ ഒട്ടുമിക്കതും ഇഷ്ടമാണ്. ദാസേട്ടൻ്റെ പാട്ടുകൾ പ്രത്യേകിച്ചും അതിനേക്കാൾ ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പം പെട്ടെന്ന് പറയുമ്പം എൻ്റെ ആദ്യത്തെ പാട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അത് ജോൺസൺ മാഷ് ആണ് അതിൻ്റെ സംഗീതം. പിന്നെ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്രീ ബാലേന്ദ്രമേനൻ്റെ സംവിധാനത്തിൽ പാടിയ ഒരു ഗാനമാണത്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 4 വരി പാടാം. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എൻ്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. ലാലല്ലാ ലാലാ ലാലല്ലാ ലാലാ. താങ്ക് യു, ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.